അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഉയർന്ന എയർ ഇന്ത്യയുടെ വിമാനം തകർന്ന വാർത്തയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഈ തകർച്ചയുടെ പിന്നിൽ, അതായത് ടേക്ക് ഓഫ് ചെയ്തതിനിടയിലാണ് ഈ അപകടമുണ്ടായത്, 5 മിനിറ്റിനുള്ളിൽ ഉണ്ടായി എന്നൊക്കെ പറയുന്നത്. എന്തെങ്കിലും ദുരൂഹതകളൊക്കെ മണക്കുന്നുണ്ടോ? ദുരൂഹതകൾ സംബന്ധിച്ചുള്ള ക്ലാരിഫിക്കേഷനൊക്കെ പിന്നീട് വരേണ്ടതാണ്. കാരണം ഇത് സംബന്ധിച്ച് വിമാനാപകടം ഉണ്ടായാൽ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്ന് പറയുന്ന ഒരു ഏജൻസിയുണ്ട്. ഈ ഏജൻസിയാണ് അന്വേഷണം നടത്തുന്നത്. അതിൻ്റെ അന്വേഷണം പിന്നാലെ വരും. പോലീസ് അന്വേഷണം ഉണ്ടാവും. അതിൻ്റെ കൂടാതെ ഈ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്ന് പറഞ്ഞ പ്രത്യേക ഏജൻസിയുടെ അന്വേഷണം വരും. ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനമായി കിട്ടുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, വിമാനം 1:31 23-ാം നമ്പർ റൺവേയിൽ നിന്ന് പറന്നുയർന്ന് 1-2 മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ്റെ ഒരു രക്ഷാ സന്ദേശം ATC എയർ ട്രാഫിക് കൺട്രോളിലേക്ക് വന്നു. വിമാനം പറന്നുയർന്ന ഉടനെ, ഇപ്പോൾ ഈ വിമാനം പറന്ന് അപകടം ഉണ്ടാകുന്നതിൻ്റെ വിഷ്വൽസ് സിനു ഉൾപ്പെടെ നമ്മുടെ പ്രേക്ഷകർ ഉൾപ്പെടെ പലരും കണ്ടിട്ടുണ്ടാവാം. അതിലേക്ക് വരാം. അതിനു മുമ്പ് ക്യാപ്റ്റൻ സുമീത് സബർവാൾ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ നിസാരക്കാരനൊന്നുമല്ല. അയാൾ 8200 മണിക്കൂറുകൾ വിമാനം പറത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മെയ്ഡേ കോൾ ATCയിലേക്ക് വന്നു, എയർ ട്രാഫിക് കൺട്രോളിലേക്ക് വന്നു. മെയ്ഡേ കോൾ എന്ന് പറഞ്ഞാൽ അതൊരു രാജ്യാന്തര തലത്തിൽ കപ്പലുകൾ, വിമാനങ്ങൾ ഇവയുടെയൊക്കെ വൈമാനികരും കപ്പിത്താന്മാരും ഉപയോഗിക്കുന്ന ഒരു കോഡാണ്. മെയ്ഡേ 3 തവണ പറയും. ഇത് ഒരു ഫ്രഞ്ച് പദമാണ്. അതായത് എന്നെ രക്ഷിക്കൂ, മൈഡർ എന്ന് പറയുന്ന എന്നെ രക്ഷിക്കൂ, എന്നെ സഹായിക്കൂ എന്ന് പറയുന്നതിന് തത്തുല്യമായി അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ, ഗുരുതരമായ സാഹചര്യം ഉണ്ടാവുമ്പോൾ രക്ഷാ സന്ദേശം SOS എന്നൊക്കെ പറയത്തില്ലേ, ഹെൽപ്പ് മീ കം ഹെൽപ്പ് മീ എന്നാണ് ഇതിൻ്റെ കൃത്യമായ നിർവചനം. ഇങ്ങനെ 3 തവണ മെയ്ഡേ എന്ന് ക്യാപ്റ്റൻ സുമീത് സബർവാൾ പറഞ്ഞ സന്ദേശം ATCയിൽ വന്നു, എയർ ട്രാഫിക് കൺട്രോളിൽ വന്നു. അപ്പോൾ ATC ഉടനെ തിരിച്ചു വിളിച്ചു, എന്ത് സഹായമാണ് വേണ്ടതെന്ന് ചോദിച്ചു. പക്ഷേ അതിനും മറുപടി ഉണ്ടായിരുന്നില്ല. അവർ പിന്നീട് നോക്കുമ്പോൾ ATCയിൽ നോക്കുമ്പോൾ തന്നെ കാണാമായിരുന്നു ഈ വിമാനം അവിടെ തകർന്നു വീഴുകയാണ്. മേഘാനി നഗർ എന്ന് പറയുന്ന എയർപോർട്ടിൻ്റെ റൺവേയുടെ തൊട്ടടുത്തുള്ള ഒരു ജനവാസ കേന്ദ്രത്തിലെ ഫോറൻസിക് ലാബറട്ടറി ഉണ്ട് അവിടെ. ഈ ഫോറൻസിക് ലാബറട്ടറിക്ക് അടുത്തുള്ള റോഡിലേക്ക്, ആ ക്രോസ് റോഡിലേക്ക് തകർന്നു വീണു. അവിടെ ഈ തദ്ദേശവാസികൾക്ക് അപകടം ഉണ്ടായിട്ടുള്ള തുടങ്ങിയ വിവരങ്ങളൊന്നും വന്നിട്ടില്ല. ഏതായാലും വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷേ ഒരു സംശയം, എന്തുകൊണ്ടാണ് ഒരു വിമാനം പറന്നുയർന്ന് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ ഹെൽപ്പ് മീ, എന്നെ സഹായിക്കൂ അല്ലെങ്കിൽ ഞങ്ങളെ സഹായിക്കൂ എന്നൊരു സന്ദേശം അയക്കുന്നത്? കാരണം ഈ വിമാനം ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് അഹമ്മദാബാദിലെത്തി ലണ്ടനിലെ ഗാഡ്വിക് എയർപോർട്ടിലേക്ക് പോകുന്ന വിമാനമാണ്. അപ്പോൾ വിമാനം പറക്കുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ സർവ്വ പരിശോധനകളും പൂർത്തിയാക്കി ടെക്നിക്കലി ഫുൾ പ്രൂഫാണ്, പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പാക്കിയിട്ടാണ് ഒരു വിമാനം പറക്കുക. വിമാനം തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ ഇത്രയും ദീർഘയാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള ചെറിയ കുഴപ്പങ്ങൾ വിമാനത്തിനുണ്ടാവാം. അതെല്ലാം എയർപോർട്ടിൽ വെച്ച് കറക്റ്റ് ചെയ്യും. അപ്പോൾ ഉയരാൻ പോകുന്ന ഒരു വിമാനത്തിന് സാങ്കേതിക തകരാറുകൾ ഉണ്ടാവുന്നത് ഏതാണ്ട് 100% അസാധ്യമാണ്. അപ്പോൾ ഒരു ഫുൾ ടാങ്ക് ഇന്ധനം, അതുപോലെ എല്ലാം ക്ലിയർ ചെയ്ത വിമാനം പറന്നുയർന്ന് 1:39 പറന്നുയർന്ന ഉടനെ എന്തുകൊണ്ട് ക്യാപ്റ്റന് എന്നെ സഹായിക്കൂ എന്നൊരു അപായ സന്ദേശം അയക്കേണ്ടി വന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഈ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളല്ലേ എപ്പോൾ വേണമെങ്കിലും കേടുവരാം. അതുകൊണ്ട് എന്തെങ്കിലും ഗുരുതരമായ പിഴവുകൾ അദ്ദേഹം കണ്ടെത്തിയിരിക്കാം. ഇല്ലെങ്കിൽ അപകടമുണ്ടാക്കുന്ന എന്തെങ്കിലും സാഹചര്യം അവിടെ എന്ന് പറഞ്ഞ വിമാനത്തിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ വിമാനത്തിൻ്റെ കോക്പിറ്റിൽ ഉണ്ടായിരിക്കാം. ഗൗരവമുള്ള കാര്യം ആയിരിക്കാം. കോക്പിറ്റിൽ എന്തെങ്കിലും സംഭവിച്ചു, ഒരാൾ വന്നു ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു, സപ്പോസ് ഹൈപ്പോത്തറ്റിക്കലാണ്, സാധ്യതകളാണ്. വിമാനം തട്ടിയെടുക്കാനുള്ള ശ്രമം ഉണ്ടായി, അപകടത്തിലായപ്പോൾ ഇയാൾ ഈ ബട്ടൺ പുഷ് ചെയ്തിട്ട്, റേഡിയോയുടെ ബട്ടൺ പുഷ് ചെയ്തിട്ട് മെയ്ഡേ എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ മെയ്ഡേ കേൾക്കുന്ന ചിലപ്പോൾ ഒരു മെയ്ഡേ എന്താണെന്ന് അറിയില്ലായിരിക്കാം. ഇതിൻ്റെ കോഡ് ഇന്റർനാഷണൽ കോഡാണ്. അപ്പോൾ നമ്മൾ പോലും മെയ്ഡേ എന്ന് പറഞ്ഞാൽ മെയ് 1 നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഇങ്ങനൊരു വാക്കുണ്ടെന്നും അതൊരു SOS മെസ്സേജ് ആണെന്നുള്ളൂ ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം ഞാൻ അറിയുന്നത്. അപ്പോൾ ഒരുപക്ഷെ സിനുവും കേട്ടിട്ടുണ്ട് മെയ്ഡേക്ക് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്ന് അറിയില്ല, ശ്രദ്ധിച്ചിട്ട് പോലും. ഇങ്ങനെ എന്തിന് ഒരു മെസ്സേജ് അയച്ചു എന്നുണ്ട് ഉത്തരം ഇനി വരാൻ, അതും പെട്ടെന്ന് അല്ലേ, വളരെ പെട്ടെന്ന്. അത് വലിയ ഗുരുതരമായ പ്രശ്നമാണ്. പിന്നെ ഈ ഗുജറാത്തിലെ ചില പ്രാദേശിക ചാനലുകളിൽ ഒരു വാർത്ത ഈ അപകടം ഉണ്ടായ ഉടനെ വന്നിരുന്നു. അതായത് ഒരു സ്ഫോടന ശബ്ദം കേട്ടു, അത് കഴിഞ്ഞിട്ടാണ് വിമാനം തകർന്നത്. അത് 100% വിശ്വസനീയമാണോ എന്നറിയില്ല. കൂടുതൽ പഠനങ്ങൾ, കൂടുതൽ അന്വേഷണങ്ങൾ, കൂടുതൽ റിപ്പോർട്ടുകൾ വരണം. ഏതായാലും സ്ഫോടന ശബ്ദം ഉണ്ടായതിന് ശേഷം
വിമാനം തീ കത്തി താഴേക്ക് വീഴുന്നത് കണ്ടു എന്നുള്ള ചില വാർത്തകൾ അവിടുത്തെ ഗുജറാത്തിലെ പ്രാദേശിക വെബ്സൈറ്റുകളിലും പോർട്ടലുകളിലൊക്കെ വന്നിരുന്നു. നമ്മളത് റെഫർ ചെയ്തിരുന്നു, നമ്മൾ അത് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അതോ ഇനി നിറയെ ഇന്ധനമുള്ള വിമാനം എന്തോ കാരണത്താൽ തീ പിടിച്ചപ്പോൾ സ്ഫോടനം ഉണ്ടായതാണോ? അത് പറഞ്ഞു വന്നപ്പോൾ സ്ഫോടനത്തിന് മുമ്പും പിമ്പും മാറിപ്പോയതാണോ? അറിയില്ല, ദുരൂഹതയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഈ വിമാനം പെട്ടെന്ന് എവിടെയൊക്കെ പോയി തട്ടുന്നു, ഒരു തീഗോളമായി മാറുന്നു, ഇതൊക്കെ കാണുന്നത് അല്ലേ? ആ വിഷ്വൽ കാണുമ്പോൾ നമ്മളൊരു വിമാനം ടേക്ക് ഓഫ് ചെയ്യല്ലേ, വിമാനം കൂടുതൽ ഹൈറ്റ്സിലേക്ക് പോവുകയാണ്. അതെ. പക്ഷേ ഈ വിമാനം താഴ്ന്ന് വരിക. അതാണ് ഒരു സംശയം വരുന്നത്. എങ്ങനെയാണ് താഴ്ന്നു വരുന്നു? അപ്പൊ സാധാരണ ഇതിനൊരു പക്ഷി വന്നിടിക്കുകയോ ഒറ്റ ചെയ്താൽ ഒരു അപകട സാധ്യത താഴ്ന്നു വരുമല്ല. വിമാനം റൺവേയിൽ നിന്ന് പൊങ്ങിയ വിമാനം ഒരു നിശ്ചിത ഉയരത്തിലേക്ക് എത്തി. 650 അടി, 625 അടിയിൽ അത്രേ ഓർന്നിട്ടുള്ളൂ. പിന്നെ വിമാനം താഴുകയാണ്. 625 അടി എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ വേണം എളുപ്പത്തിൽ കയ്യെത്തി പിടിക്കാവുന്ന ദൂരം എന്ന് പറയാം, ഓടിച്ചെന്ന് തൊടാവുന്ന ദൂരം. അത്രയും പെട്ടെന്ന് വിഷ്വലിൽ കാണുന്ന വിമാനം താഴേക്കിറങ്ങുകയാണ്. വിമാനം ആരെങ്കിലും പൈലറ്റിനെ നിർബന്ധിച്ച് താഴേക്കിറക്കിയോ? വിമാനത്തിൽ അസ്വാഭാവികമായ എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനത്തെ ചില സംശയങ്ങളുണ്ട്. ഇതിനൊക്കെ ഉത്തരം വരണമെന്നുണ്ടെങ്കിൽ ഏത് ബ്യൂറോ അന്വേഷിക്കാൻ വന്നാലും, എയർ ട്രാഫിക് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിക്കാൻ വന്നാലും ഉത്തരം കിട്ടണമെങ്കിൽ മറ്റേ സംഗതി കിട്ടണം. ബ്ലാക്ക് ബോക്സ് എന്ന് പേരാണെങ്കിലും ഓറഞ്ച് നിറമാണ്. ഓറഞ്ച് നിറത്തിലുള്ള ഈ ബ്ലാക്ക് ബോക്സ് കിട്ടി. അത് കടലിൽ പോയാലും വെള്ളത്തിൽ പോയാലും തീയിൽ പോയാലും നശിക്കാത്ത സാധനമാണ്. അതുപോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വോയിസ് കോക്പിറ്റ് റെക്കോർഡറാണ് ഈ ബ്ലാക്ക് ബോക്സ്. അതായത് കോക്പിറ്റിനകത്ത് ഉള്ള സംഭാഷണങ്ങൾ മുഴുവൻ റെക്കോർഡ് ചെയ്യുന്ന ഒരു ടേപ്പ് റെക്കോർഡർ എന്ന് പറയാം. പക്ഷേ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ, അതിൻ്റെ മെച്ചം എന്ന് പറയുന്നത് ഒരു സാഹചര്യത്തിലും അത് നശിച്ചു പോകത്തില്ല. എത്ര ആഴത്തിൽ പോയാലും എത്ര തീയിൽ വീടാനും നശിക്കില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് റിക്കവർ ചെയ്തിട്ട് കോക്പിറ്റിൽ അവസാനം സംഭവിച്ചത് എന്താണ്? ഇനി രണ്ടാമത്തെ കാര്യമുണ്ട്. ഇനി ആരെങ്കിലും നിർബന്ധപൂർവം ഈ വിമാനം താഴ്ത്തണ എന്ന് പറഞ്ഞു താഴ്ത്തിയതാണോ? നിർബന്ധപൂർവ്വം അല്ലേ? പൈലറ്റിന്റെ കഴുത്തിൽ ഒരു കത്തി വെച്ചിട്ട് താഴ്ത്തട എന്ന് പറഞ്ഞതാണോ? അറിയില്ല. ഇനി അതല്ല, ഈ വിമാനത്തിന് സാങ്കേതിക പിഴവുണ്ടായതാണോ? അതും അറിയില്ല. ഇനി വിമാനത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ക്ലെവി കുന്ദർ എന്ന് പറയുന്ന ഒരാളാണ് സഹ പൈലറ്റ്, ഫസ്റ്റ് ഓഫീസറായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹവും 1100 മണിക്കൂർ വിമാനം പറത്ത ശീലമുണ്ട്. അപ്പോൾ രണ്ടുപേരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റുമാർ. മറ്റേ ആൾക്ക് സുമിത് സബർവാള 8200 മണിക്കൂർ വിമാനം പറയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വൈമാനികർക്ക് ക്ഷീണമുണ്ടാകാനുള്ള സാധ്യതയില്ല, ഉറക്കം വരാൻ സാധ്യതയില്ല. അപ്പോൾ എങ്ങനെയാണ് എല്ലാ പരിശോധനകളും കടന്നു പോയ ഈ വിമാനം എങ്ങനെയാണ് തകർന്നതെന്ന് അറിയില്ല. ഇപ്പോൾ ടാറ്റ എയർ ഇന്ത്യയുടെ ചെയർമാൻ ചന്ദ്രശേഖറിൻ്റെ ഒരു അനുശോചന കുറിപ്പ് വന്നിട്ടുണ്ട്. കൂടുതൽ വിശദമായ അന്വേഷണങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിനകത്ത് മറ്റൊന്ന്, ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വിജയ് രൂപാണി ഒരു VVIP ആ വിമാനത്തിലുണ്ടായിരുന്നു, ബിസിനസ്സുകാരുണ്ടായിരുന്നു. അതിൻ്റെ കണക്കിപ്പോൾ വരുന്നുണ്ട്. 169 പേര് ഇന്ത്യക്കാരായിരുന്നു, ബ്രിട്ടീഷുകാർ 53 പേരുണ്ടായിരുന്നു, 7 പേര് പോർച്ചുഗീസുകാരായിരുന്നു, ഒരു കനേഡിയൻ പൗരനുണ്ടായിരുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും ദുരൂഹതയുണ്ട്. കാരണം നമ്മൾ ഈ സംശയിക്കുമ്പോൾ നമ്മളെല്ലാം നോക്കണം, എല്ലാ സാധ്യതകളും പരിശോധിക്കണം. വിമാനം തകർന്നു, ടെക്നിക്കൽ ഫെയിലിയർ ആണ് എന്ന് മാത്രമല്ല, അട്ടിമറിക്കുള്ള സാധ്യതയുണ്ടോ, ഏതെങ്കിലും ഭീകരാക്രമണമാണോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയതിൻ്റെ ഭാഗമാണോ, ഇനി ടെക്നിക്കൽ ഫെയിലിയർ ആണോ, ഇതെല്ലാം പരിശോധിക്കപ്പെടണം. കാരണം വിമാനം തകർന്നു കൊണ്ടിരിക്കുന്ന ഒരു ഹൗസിംഗ് കോളനിയിലാണ്. അപ്പോൾ വിമാനത്തിലുള്ളവർക്ക് മാത്രമല്ല, നിറയെ ഇന്ധനമുള്ള ഏവിയേഷൻ ഫ്യൂവൽ ഫുൾ ടാങ്ക് അടിച്ചിരിക്കുന്ന ഒരു വിമാനം ഒരു ജനവാസ കേന്ദ്രത്തിലേക്ക് വീഴുമ്പോൾ വിമാനത്തിന് അകത്തുള്ള ആളുകൾക്ക് മാത്രമല്ല പുറത്തുള്ള ആളുകൾക്കും വലിയ ദുരന്തമുണ്ടാവും, വലിയ നാശം ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ മരണസംഖ്യ 110 കടന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. വലിയ ദുരന്തമാണ്. പക്ഷേ നമ്മളിപ്പോൾ നമ്മുടെ രാജ്യം കടന്നു പോകുന്ന സവിശേഷമായൊരു സാഹചര്യം, 2 കപ്പലുകൾ മുങ്ങി, അതും കേരളത്തിൽ. പിന്നെ ഇത് നമ്മുടെ ഒരു റോക്കറ്റ് പരീക്ഷണം പരാജയപ്പെടുന്നു, വിമാന ദുരന്തം ഉണ്ടാവുന്നു. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് ഒരു 6 മാസം മുമ്പ് ഒരു ജ്യോതിഷ പണ്ഡിതനാണ്, അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇന്ത്യയുടെ രാശി നോക്കിയപ്പോൾ വലിയ സംഘർഷം, ഏറ്റുമുട്ടൽ, ഒരു വലിയ അഗ്നിഭയം ഇത്രയും ഇന്ത്യയെ സമീപകാലത്തുണ്ടാവുമെന്ന് അദ്ദേഹം വെറുതെ പറഞ്ഞു. നമ്മുടെ രാജ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 2 മാസത്തിനുള്ളിൽ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായി. ഇപ്പോൾ ഒരു അഗ്നിഭയം ഉണ്ടായിരിക്കുന്നു. ഞാൻ എല്ലാം ജ്യോതിഷത്തിൻ്റെ ലെവലിലേക്ക് കൊണ്ടുപോകല്ല. അപ്പോൾ നമ്മൾ രാജ്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് വലിയ ആശങ്കകളുള്ളതുകൊണ്ട് ഇതിപ്പോൾ നമ്മുടെ രാജ്യം കടന്നു പോകുന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ വലിയ വിജയം നേടി, പാകിസ്ഥാന് വലിയ നാശനഷ്ടങ്ങളുണ്ടായി. പാകിസ്ഥാന് മാത്രമല്ല, ചൈനയ്ക്കും അമേരിക്കയ്ക്കും പോലും പരോക്ഷമായി നമ്മുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇത്തരം സാഹചര്യത്തിൽ ഇന്ത്യക്ക് പരിക്കേൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വിധ്വംസക ശക്തികളുടെ പങ്ക് ഇതിനകത്തുണ്ടോ എന്നുള്ളത് നിശ്ചയമായും അന്വേഷണം നടക്കും.
അപ്പോൾ ഏതായാലും നമുക്ക് വലിയ സങ്കടമുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നായിട്ട് ഇത് മാറാൻ പോവുകയാണ്. നമുക്ക് ഇപ്പോൾ 110ഓളം മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ അറിയില്ല. ഒരുപാട് പേർക്ക് 242 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇതൊക്കെയാണ് പൊതുവിൽ പറയാനുള്ളത്. നമുക്കിപ്പോൾ ഒരുപാട് കടത്തി പറയാനും ഒന്നും പറ്റുന്ന സാഹചര്യമല്ല. നമ്മുടെ രാജ്യം വലിയ ദുഃഖത്തിലാണ്. നമ്മുടെ പൗരന്മാരും 169ഓളം ആളുകൾ ഈ വിമാനത്തിലുണ്ടായിരുന്നു. ഏതായാലും രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ വലിയ വിമാന ദുരന്തങ്ങളിലൊന്നായിട്ട് ഈ എയർ ഇന്ത്യ വിമാനത്തിൻ്റെ 1171 എയർ ഇന്ത്യ ഫ്ലൈറ്റിൻ്റെ ദുരന്തം മാറുകയാണ്. നമുക്ക് ഇവരുടെ നടന്ന ഈ കൊല്ലപ്പെട്ട എല്ലാവരുടെയും കുടുംബങ്ങളുടെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന് നേരെ നടന്ന ഒരു ആക്രമണമല്ല ഇതെന്ന്